ഹായ്, വെൽക്കം ടു അൽസു ട്രിക്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലിൽ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ജസ്റ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചെങ്കിൽ റമദാൻ മാസം കഴിഞ്ഞു എന്ന് പറയാൻ കഴിയാനായി. പിന്നെ പെരുന്നാൾ വരാൻ തുടങ്ങി. അപ്പോൾ പെരുന്നാളിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലുള്ള കുറേ ഓർമ്മയിലുണ്ടാവും. പ്രത്യേകിച്ച് 90s പെരുന്നാളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം 90s കിഡായതുകൊണ്ട് കറക്റ്റ് പറയാം കേട്ടോ. പണ്ടത്തെ പെരുന്നാളെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും പറയണം. പിന്നെ ചെറുപ്പത്തിൽ ഡ്രസ്സ് മേടിക്കാൻ പോകും. അതായത് പെരുന്നാൾ നോമ്പ് പകുതി ആകുമ്പോൾ തന്നെ ഡ്രസ്സ് മേടിക്കുന്ന പരിപാടിയിലാണെന്നായിരിക്കട്ടെ എല്ലാവരും. ഫുള്ള് ഡ്രസ്സിനെ കുറിച്ച് ചർച്ച. മറ്റേ ഫന മോഡൽ, കാർഗോ മോഡൽ, അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഡ്രസ്സിൻ്റെ ആ സമയത്ത് മോഡൽ ഇറങ്ങും. ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളും ഫാമിലി ഉമ്മാൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഒക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് വരും. അല്ലെങ്കിൽ ഒറ്റക്ക് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്ന് വെച്ചെങ്കിൽ കുപ്പായം ഒന്നായിരിക്കും, പാൻ്റ് ഒന്നായിരിക്കും. രണ്ടും പച്ചവെള്ളം പെട്രോളും നമുക്ക് ഒന്നിച്ച് ഒരു മിംഗ്ലിങ് ഉണ്ടാവില്ല, വേറെ വേറെ നിൽക്കും. ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സെല്ലാം എങ്ങനെയെല്ലാം കൂടി മേടിച്ചിട്ടുണ്ടാവും. പിന്നെ ഡ്രസ്സിനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും ചങ്ങായിമാരിലും. ചില സമയത്ത് എനിക്ക് ഏത് ഡ്രസ്സ് മേടിച്ചത്, പിന്നെ അതാണ് ഇതാണ് ചക്കയാണ്, ഞാൻ അങ്ങനത്തത് മേടിച്ചിന് ഇങ്ങനത്തത് മേടിച്ചെന്ന് പറഞ്ഞാൽ ഫുൾ ഡയലോഗ് ആയിരിക്കും. അങ്ങനെ ഡ്രസ്സെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം നേരത്തെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തക്ബീറെല്ലാം ചൊല്ല്, മറ്റേ സുബീസ് കഴിച്ചിട്ട് തക്ബീറെല്ലാം ചൊല്ലും. തലേ ദിവസം ചിലപ്പോൾ പെരുന്നാളിൻ്റെ നിലാവുണ്ടെങ്കിൽ എന്താക്കാമെന്ന് അറിയാം. എല്ലാവരും വണ്ടിയിൽ, ചിലപ്പോൾ ആരെങ്കിലും ജീപ്പോ പിക്കപ്പോ ഇങ്ങനത്തെ ഉണ്ടാവും. അതിലെല്ലാം വണ്ടിയിലെല്ലാം കയറി തക്ബീറും ചൊല്ലിയിട്ട് ഫുള്ള് റൗണ്ടെല്ലാം അടിച്ചിട്ട് വരും. പിന്നെ അങ്ങനത്തെ പെരുന്നാളിൻ്റെ ഒരുക്കുണ്ടാവും. തലേ ദിവസം പുരയിൽ കുറേ പിറ്റേ ദിവസത്തേക്കുള്ള അപ്പത്തിൻ്റെയും ഫുഡിൻ്റെ എല്ലാം ഒരുക്കത്തിൽ ഉമ്മാവും പെങ്ങന്മാരെല്ലാം ഉണ്ടാവും. നമ്മ എന്താക്കും, പിറ്റേന്ന് എന്ത് ചെയ്യും എന്നുള്ള തിരക്കിലായിരിക്കും. ഡ്രസ്സ് മേടിച്ച ഡ്രസ്സ് സ്റ്റിച്ചാക്കാൻ, അതായത് ടൈറ്റ് ആക്കാൻ, പുഷപ്പ് ആക്കാൻ, പിന്നെ പെൻസിൽ കട്ടാക്കാൻ അതിൻ്റെ ടൈലർ അടുത്ത് ക്യൂ നിൽക്കും പോയിട്ട്. അങ്ങനെ ഡ്രസ്സെല്ലാം സെറ്റാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ ഒരു പള്ളി പോക്കുണ്ട്. പള്ളി പോകുന്ന സമയത്ത് മറ്റേ അത്തർ തേക്കൽ എങ്ങനെ വെച്ചെങ്കിൽ പഞ്ഞി ഉണ്ടല്ലോ, കോട്ടൻ്റെ പഞ്ഞി നമ്മളെ ചെവിൻ്റെ ഉള്ളിൽ ഈ സൈഡിൽ ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെയാണ് അത്തർ തേക്കൽ. കുപ്പായത്തിന് ഡയറക്റ്റ് തേക്കില്ല, അത്തർ അങ്ങനെ വെച്ചിട്ട് പോകും. പള്ളിയിലെല്ലാം പോയി ചങ്ങായിമാരെല്ലാം കണ്ട് എല്ലാവരും. പള്ളി പോകുമ്പോൾ വേറൊരു വിറ്റുണ്ടാവില്ല. പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ പുതിയ കുപ്പായം ഇട്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മളൊരു വിചാരമുണ്ട്, എല്ലാവരും നമ്മളെ നോക്കും. നമ്മൾ പുതിയ കുപ്പായിലോട്ടൊരു ബാൻഡ് സെറ്റപ്പിലായിരുന്നു അറിഞ്ഞിട്ട് എല്ലാവരും നമ്മളെ നോക്കുന്നതിലൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ ആ ചിന്ത പുറം തെറ്റാണ്. കാരണം അന്ന് എല്ലാവരും ഫുള്ള് പുതിയ ഡ്രസ്സിലായിരിക്കും. അതുകൊണ്ട് ആരും മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ നോക്കും, എടാ അവൻ്റെ ഡ്രസ്സ് അടിപൊളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്ന ബരത്തിൽ പീടിൻ്റെ കോലായിൽ പോയിട്ട് വന്നിട്ട് ആടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. അപ്പോൾ ഈ മുടി ഉണ്ടല്ലോ, ഈ മുടി ഭയങ്കര സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് ഭയങ്കര സംഭവമാണ് അന്നെല്ലാം. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടെക്നിക്ക് ഉപയോഗിക്കട്ടോ. അപ്പോൾ എൻ്റെ മുടി പറഞ്ഞാൽ അങ്ങനത്തെ മുടിയാണ്. അപ്പം ഭാര്യയിൽ നിൽക്കൂല, സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ സ്പേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിക്കായിരിക്കും. ആ സമയത്ത് മുട്ടേൻ്റെ വള്ളയെല്ലാം എടുത്തിട്ട് തേച്ചിരിക്കുന്നു സ്പേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലാ, കോമഡി തന്നെ. അങ്ങനെ ഡ്രസ്സ് മറ്റേ പള്ളിയിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് നേരെ പെരുക്കി പോയി. അന്ന് നേരത്തെ ചിലപ്പോൾ ബിരിയാണി ആയിട്ടുണ്ടാവും. രാവിലെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു 9:30 10 മണിയാകുമ്പോഴേക്ക് ബിരിയാണിയെല്ലാം റെഡി ആയിട്ട് ബിരിയാണിയെല്ലാം വെച്ച് പിന്നെ അപ്പുറം ഇപ്പുറം പരക്കെല്ലാം പോയി അവിടുന്ന് കിട്ടുന്ന ചില്ലറെല്ലാം മേടിച്ചിട്ട് കീശയിലാക്കും. പിന്നെ ഈ പെരുന്നാളിൻ്റെ നോമ്പിൻ്റെ സമയത്ത് നോമ്പിൻ്റെ പൈസ കിട്ടിയതുണ്ടാവട്ടെ, ചിക്കിളി കുറേ. അതെല്ലാം ഒറൂപ്പ കോയിനെല്ലാം ഉണ്ടാവും. ഇങ്ങനെ കൂട്ടി ഒറൂപ്പേൻ്റെ പുതിയ കോയിൻ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ടെല്ലാം വെച്ചിട്ട് ചിലവാക്കാണ്ടെല്ലാം വെക്കും. അതെല്ലാം പെരുന്നാളിൻ്റെ അന്ന് ചിലപ്പം നോട്ടാക്കിയിട്ട് ചിലവാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ കുറേ പറ്റിക്കൽസ് എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് മറ്റേ 2 നോട്ട് തരാം, ഈ ഒരു നോട്ട് തരാമെല്ലാം പറഞ്ഞിട്ട് ചിലപ്പോൾ 100 രൂപ നോട്ട് വാങ്ങിച്ചിട്ട് 20 രൂപ 3-4 നോട്ടെല്ലാം തരുന്ന പറ്റിപ്പെല്ലാം ഉണ്ടാവില്ല. തമാറിലുണ്ടാവും. നമ്മയിലും വീടും പോയും ചേട്ടാ. അങ്ങനെ അതിന് ഉൾപ്പെട്ട കാര്യമാണ്. ചോറെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും നിൽക്കുന്ന പീടിൻ്റെ അടുത്തെല്ലാം പോയിട്ട് നിൽക്കുന്ന സമയത്ത് പുള്ളമാർ ബൈക്കെല്ലാം കൊണ്ടുവരും. അന്ന് ബൈക്കാണ്, കാറ് മെയിനില്ല. ബൈക്ക് കൊണ്ട് കറക്കല്, മുമ്പൊന്തിക്കല്, റൈസാക്കല് ഒന്നും പറയണ്ട, ഒച്ചപ്പാടും പാളന്നെ നിൽക്കും.
ബൈക്കിൻ്റെ ഒരു ബഹളമായിരിക്കും. ആ സമയത്ത് നമ്മളിൽ വണ്ടി ഉണ്ടാവില്ല, നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കും. ഇച്ചാമാരെല്ലാം വണ്ടി കറക്കുന്ന കാണുമ്പോൾ വാവ് എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കും. പിന്നെ അങ്ങനെ വണ്ടീനോട് കുറേ കളിയെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മളെ മെയിൻ ടാർഗറ്റിലേക്ക് പോകുന്നത്. എന്താ വെച്ചെങ്കിൽ എല്ലാവർക്കും സ്ഥിരം പെരുന്നാൾക്ക് പോകുന്ന ഒരു സ്പോട്ട് ഉണ്ടാവും. നമ്മളെ കാസർഗോഡുകാർക്ക് സ്ഥിരം പോകുന്ന സ്പോട്ടാണ് ബേക്കൽ ഫോർട്ട്. ആ ബേക്കൽ ഫോർട്ടിലേക്ക് പോകണം. അതാണ് മെയിൻ ടാർഗറ്റ്. എല്ലാ പെരുന്നാൾക്കും നേരെ ബേക്കൽ കോട്ടയിലേക്ക് പോകും. ബേക്കൽ കോട്ടയിലേക്ക് പോകുന്ന പോക്കെന്ന് വെച്ചെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് പോകും. ഉച്ച കഴിഞ്ഞിട്ട് ചങ്ങായിമാരിൽ ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ അവിടെ നിന്ന് പോകുന്നൊരു SMS ഉണ്ട്, ഷാനാസ്. അതിന് കയറും. എന്നിട്ട് ഒന്നെങ്കിലും നീലേശ്വരം ഇറങ്ങിയിട്ട് അവിടെ ഒരു ഗാലക്സി കൂൾബാർ ഉണ്ട്. അവിടെ നിന്ന് ഐസ്ക്രീം എന്ന് വെച്ചെങ്കിൽ ഈ ഐസ്ക്രീം എപ്പെങ്കിലും ഒരിക്കൽ തിന്നും. അതുകൊണ്ട് ഗഡ്ബിഡ് എന്ന് പറഞ്ഞ സാധനം മാത്രമേ ഓർഡർ ചെയ്യും. വേറെ ഒന്നും എൻ്റെ പേരറിയില്ല. ആകെ പേരറിയുന്ന ഗഡ്ബിഡ് മാത്രം. മെനു നോക്കിയാൽ ഒന്നും തീരില്ല. അതാണ് ഇതാണ് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് എന്ത് മെനു നോക്കിയിട്ട് വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് മെനു വായിച്ചാലും നേരെ ഗഡ്ബിഡ് ഓർഡർ ചെയ്യും. ഗഡ്ബിഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഗഡ്ബിഡ് അന്നായിരിക്കും കൊല്ലത്തിലേക്കെല്ലാം തിന്നുമല്ലോ. അതെല്ലാം തിന്ന് ചിലപ്പോൾ കാഞ്ഞങ്ങാടായിരിക്കും. കാഞ്ഞങ്ങാടുന്ന് തിന്ന് കാഞ്ഞങ്ങാട് കുറച്ച് തണ്ടി ടൗണിൽ നേരെ ആടുന്ന് ബേക്കൽ ഫോർട്ടിലേക്കുള്ള ബസ് കയറും. ബേക്കൽ ഫോർട്ടിലേക്കുള്ള ബസ് കയറിയിട്ട് ബേക്കൽ കോട്ടയിൽ ഇറങ്ങി കുറച്ച് കറങ്ങി അവിടുന്ന് ഉപ്പിലിട്ടതും അത് ഇതെല്ലാം തിന്ന്. ഇപ്പോഴത്തെ പോലെ അല്ല, അന്ന് കുറേ ബീച്ചിലെല്ലാം കറങ്ങാൻ മറ്റേ കടലെല്ലാം ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്തായി കുറച്ച് വെള്ളത്തിലെല്ലാം കളിച്ച് ലോഡ് പൊയ്യെല്ലാം പാൻറ്റിനും ഷൂവിൻ്റെ ഉള്ളിലെല്ലാം ആക്കൂട്ടാ. ചിലപ്പോൾ ഷൂ ഉപ്പ് വെള്ളം കൊണ്ടിട്ട് പൊട്ടുകയും ചെയ്യും. അങ്ങനെ അവിടുന്ന് കുറച്ച് കറങ്ങിയിട്ട് ഏകദേശം ഒരു മകരി വാങ്ങി കൊടുക്കാനാകുമ്പം പക്ഷെ ബേക്കൽ കോട്ടയിലേക്ക് കയറുന്ന വേറൊരു ഇതുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് കയറില്ല. ഇപ്പുറത്തെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇടവഴിയുണ്ട്, ടിക്കറ്റ് കൊടുക്കാതെ കയറുന്നത്. അതിലേ മതിലി ആടിയിട്ടുള്ളതാണ് കയറുന്നത്. അങ്ങനെ തിരിച്ച് പിന്നെ ബേക്കൽ കോട്ടയിൽ നിന്ന് കുറേ വയലും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങി നേരെ തിരിച്ച് വരുന്ന സമയത്ത് ആടെ റെയിൽവേ സ്റ്റേഷനിൽ പോകും. ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആടെ ഒരു വൈകുന്നേരം 6 മണിക്ക് ആ സമയത്ത് ഒരു ലോക്കൽ വണ്ടിയുണ്ട്, ട്രെയിൻ. അതിന് കയറും. അതിന് കയറിയിട്ട് അപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും അവിടെ ഉണ്ടാവും. അതിന് കയറിയിട്ട് നേരെ നീലേശ്വരം ഇറങ്ങി വൈകുന്നേരം പുരക്കേക്ക് എത്തി. ഉച്ചക്കത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് റാഹത്താക്കും. അന്ന് ഈ സെൽഫി എടുക്കലും ഇതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഫോണിൽ കളി ഉണ്ടായിട്ട് അതുകൊണ്ട് ഫുള്ള് എൻജോയ് ചെയ്തിരുന്നു. ഇപ്പം ഫോണിൽ തന്നെ ആയതുകൊണ്ട് സത്യം പറഞ്ഞെങ്കിൽ പെരുന്നാളിൽ ഫുള്ള് ഫോണിൽ തന്നെ ആയി. കുറേ സംഭവം വിട്ടുവരുന്നുണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്നതിൻ്റെ ഇടക്ക്. പിന്നെ നിങ്ങളെ പെരുന്നാളിൻ്റെ ഇതേപോലത്തെ കുറേ അനുഭവങ്ങളുണ്ടാവും. ഇത് നമ്മൾ മെയിൻ കാസർഗോഡ് നമ്മളെ നീലേശ്വരക്കാർ കാഞ്ഞങ്ങാട്ടുകാരെല്ലാം പെരുന്നാളിൻ്റെ ഒരു ചെറിയൊരു സംഭവം മാത്രമാണ് കേട്ടോ പറഞ്ഞത്. ഇതിൽ പെടാത്ത കുറേ സംഭവം ഉണ്ടാവും. അതെന്തെല്ലാം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ടൈം ഇതായതുകൊണ്ട് കുറച്ച് കട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പഴയ 90s പെരുന്നാൾ ഇപ്പോഴത്തെ പെരുന്നാൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഫസ്റ്റായിട്ട് നിങ്ങളെ പെരുന്നാളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് വിടാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും വെറൈറ്റി ടോപ്പിക്കെല്ലാം ഉണ്ടെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നും നിങ്ങൾക്കിന് സംസാരിക്കാൻ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് ഇരുന്നിട്ട് ജസ്റ്റ് ഒന്നൊരു ഫൺ ടോക്കെല്ലാം നടത്താം കേട്ടോ ആർക്കായാലും. പിന്നെ നല്ല വെറൈറ്റി കണ്ടൻറ്റ് വെറൈറ്റി ടോപ്പിക്കെല്ലാം കൊണ്ടുവന്നാൽ ഇതുപോലെ ഇരിക്കാം. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കില്ലു എന്നാലും പിന്നെ നിങ്ങൾ വരുന്നതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്ക്. നോമ്പ് കഴിഞ്ഞു, എല്ലാവരും എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.